നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം എത്തുമ്പോൾ ചില മണ്ഡലങ്ങൾ ശ്രദ്ധാകേന്ദ്രങ്ങളാകും. ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ കേരളമാകെ ഉറ്റുനോക്കുകയും ചെയ്യും. അങ്ങനെയുള്ള രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള നേമവും വട്ടിയൂർക്കാവും. ഈ രണ്ട് മണ്ഡലങ്ങളുടെയും രാഷ്ട്രീയ ചരിത്രം തന്നെ ഇടത് വലത് കക്ഷികളെ ആശ്രയിച്ചായിരുന്നു. എന്നാൽ ഇനി എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണം. മൂന്ന് മുന്നണികളും ഉള്ളതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ തയ്യാറായതോടെ വട്ടിയൂർക്കാവിൽ ഇപ്പോൾ പോരാട്ടം കടുക്കുകയാണ്. നിലവിലെ MLA VK പ്രശാന്ത് തന്നെയാണ് LDFന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ തന്നെ ഇത്തവണയും ഇറങ്ങട്ടെ എന്ന CPM തീരുമാനമാണ് പ്രശാന്തിന് തുണയായി മാറിയത്. എന്നാൽ ഈ മണ്ഡലം പിടിക്കാൻ ഇറങ്ങുന്നത് കോൺഗ്രസിന്റെ ലീഡർ കരുണാകരന്റെ മകൻ K മുരളീധരനാണ്. വട്ടിയൂർക്കാവ് മുൻ MLA എന്ന ഖ്യാതിയും മുരളീധരനെ സഹായിക്കും. കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പിലും എവിടെ ആയാലും സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസ് കണ്ടെത്തുന്ന ഒരു നേതാവ് കൂടിയാണ് K മുരളീധരൻ. വട്ടിയൂർക്കാവ് MLA സ്ഥാനം രാജിവെച്ചാണ് വടകരയിൽ MP ആയി മത്സരിച്ചത്. അവിടുന്ന് നേമത്ത് മത്സരിക്കാനെത്തി. പിന്നെ തൃശ്ശൂരിലും മത്സരിക്കാൻ നിന്നു. ഇങ്ങനെ പരാജയപ്പെട്ടാലും വിജയിച്ചാലും മത്സരത്തെ ഒരു മത്സരമായി മാത്രം കാണുന്ന നേതാവെന്ന പ്രത്യേകതയാണ് മുരളീധരനെ വ്യത്യസ്തനാക്കുന്നത്. BJP ആണ് ഇരുകൂട്ടരെയും ഞെട്ടിക്കാൻ തയ്യാറെടുത്ത് രംഗത്ത് സജീവമായി നിൽക്കുന്നത്. BJPക്ക് വേണ്ടി വട്ടിയൂർക്കാവിൽ ഇറങ്ങുന്നത് ശാസ്തമംഗലം കൗൺസിലർ കൂടിയായ മുൻ DGP R ശ്രീലേഖയാണ്. തിരുവനന്തപുരത്തെ മേയറാകും എന്ന് കരുതി അവസാന നിമിഷം വരെ കാത്തിരുന്ന ശ്രീലേഖയും അനുയായികളും ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിരുന്നു. എന്നാൽ ആ ഞെട്ടൽ മാറ്റാൻ തന്നെയാണ് ഇപ്പോൾ അവർ വട്ടിയൂർക്കാവിൽ ഇറങ്ങുന്നത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തെ കൂട്ടുപിടിച്ചുള്ള നീക്കമാണ് BJPയും ശ്രീലേഖയും അവിടെ നടത്തുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടും കേരളത്തിലെ ഇടത് വലത് പാർട്ടികളുടെ രാഷ്ട്രീയമായ പൊള്ളത്തരവും തുറന്നുകാട്ടിയും ശ്രീലേഖ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. വട്ടിയൂർക്കാവ് എന്ന പേര് കേട്ടാൽ ഒരു ഗ്രാമമാണെന്ന് തോന്നും. പക്ഷേ ഇത് കേരള തലസ്ഥാനത്തിന്റെ നഗരഹൃദയത്തിലെ ഒരു മണ്ഡലമാണ്. മൂന്ന് മുന്നണികളെയും വട്ടിയൂർക്കാവ് വളർത്തിയിട്ടുണ്ട്, അതേപോലെ തളർത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ 3 നിയമസഭാ 2 ലോക്സഭാ ഇലക്ഷനുകളിലെയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും വോട്ട് കണക്കിലെടുത്താൽ UDFനും LDFനും BJPക്കും പ്രതീക്ഷിക്കാൻ വകയുണ്ട്. 2011 മണ്ഡലം പുനർനിർണയം നടത്തിയപ്പോൾ തിരുവനന്തപുരം നോർത്ത് വട്ടിയൂർക്കാവായി മാറി. അങ്ങനെ നോക്കിയാൽ വട്ടിയൂർക്കാവിന്റെ ആദ്യ MLA ആണ് K മുരളീധരൻ. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ പകുതിയും നേടി മുരളി വിജയിച്ചപ്പോൾ ചെറിയാൻ ഫിലിപ്പാണ് തോൽവി അറിഞ്ഞത്. അന്ന് CPM ടിക്കറ്റിൽ മത്സരിച്ച ചെറിയാൻ ഇപ്പോൾ കോൺഗ്രസിൽ മടങ്ങി വന്നിട്ടുണ്ട്. പാർട്ടി ആസ്ഥാനം നിലകൊള്ളുന്ന മണ്ഡലം കോൺഗ്രസിന്റെ സ്വന്തമാക്കുക എന്ന ദൗത്യം കൂടിയാണ് മുരളീധരൻ ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. 2016 ഇലക്ഷനിൽ കുമ്മനം രാജശേഖരൻ ഇറങ്ങിയതോടെ വട്ടിയൂർക്കാവ് BJPയുടെ A ക്ലാസ് മണ്ഡലമായി മാറി. അന്ന് രണ്ടാമതെത്തിയ കുമ്മനത്തിലൂടെ BJP വോട്ട് വിഹിതം 32% ഉയർത്തി. എന്നാൽ 2019 ഉപതെരഞ്ഞെടുപ്പ് CPMന് വഴിത്തിരിവായി. വടകരയിലേക്ക് മുരളീധരൻ ലോക്സഭാ മത്സരത്തിന് പോയപ്പോഴാണ് ഇലക്ഷൻ വന്നത്. മേയർ എന്ന നിലയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ VK പ്രശാന്തിനെ സ്ഥാനാർത്ഥിയാക്കിയ CPMന്റെ തീരുമാനം അവിടെ വിജയിക്കുകയും ചെയ്തു. മുൻ MLA K മോഹൻകുമാറിനെ 14,000-ൽ പരം വോട്ടുകൾക്ക് പ്രശാന്ത് പരാജയപ്പെടുത്തി. അതോടെ BJP വീണ്ടും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇന്നത്തെ മേയർ VV രാജേഷ് BJPയെ വീണ്ടും 2ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കോൺഗ്രസ് ആണ് അവിടെ 3ാമതായത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ നോക്കിയാൽ LDF വിജയിച്ചു. എന്നാൽ ശശി തരൂർ ജയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ആണ് അവിടെ മുന്നേറ്റം നടത്തിയത്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ എത്തിയത് BJPയുമാണ്. അതാണ് വട്ടിയൂർക്കാവിന്റെ രാഷ്ട്രീയ വിസ്മയം. ആരും വീഴാം, ആരും ജയിക്കാം.